പൊതുപരീക്ഷാ ഭേദഗതി ബിൽ യു.പി. ഭരണകാലത്ത് ദുർബലമായിരുന്നു. അങ്ങനെ ദുർബലമായിരുന്ന ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2024 മോദി ഇത് ഭേദഗതി ചെയ്യുന്നത്. അതിലൊരു സുപ്രധാന ഭേദഗതി അദ്ദേഹം വരുത്തി. ആ ഭേദഗതിയിൽ 10 വർഷം തടവും 1 കോടി രൂപ പിഴയും ഉൾപ്പെടുന്നു. ഇതിനു മുൻപ് ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് ഭയം ഉണ്ടായിരുന്നില്ല. അടുത്തിടെ ഈ നിയമം പാസാക്കി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. നിയമങ്ങളുണ്ട്. അതിനാൽ ഇപ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ ബോധ്യങ്ങളും ഭയവും ഉണ്ടാക്കും എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിതനായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി നീറ്റ് പേപ്പർ ചോർച്ച പ്രശ്നത്തിലും കോക്രോച്ച് ജനതാ പാർട്ടി നയിച്ച പ്രതിഷേധങ്ങൾക്കുമിടയിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് തന്റെ ആശങ്കയും അദ്ദേഹം വ്യക്തമാക്കി. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ വളരെ സെൻസിറ്റീവാണ്. കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട്. അവരുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട 14 പേരെയും അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിൽ അവർ ആത്മാർത്ഥതയുള്ളവരും ഉത്കണ്ഠയുള്ളവരും പ്രതിബദ്ധതയുള്ളവരുമാണ് എന്നും മന്ത്രി പറഞ്ഞു. ജോഷിയുടെ അഭിപ്രായത്തിൽ പുതുക്കിയ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ ശിക്ഷാവിധികളും ഭയവും കൊണ്ടുവന്നു. ഇതൊരു നീറ്റ് പരീക്ഷയാണ്. വീണ്ടും പരീക്ഷ നടത്താൻ വളരെയധികം സമയമെടുക്കും. എന്നാൽ 40 ദിവസത്തിനുള്ളിൽ പുനഃപരീക്ഷ നടന്നു, ഫലം വന്നു. ഇപ്പോൾ സീറ്റ് മാട്രിക്സ് പ്രശ്നം നടക്കുന്നു. ഇനി കൗൺസിലിംഗ്. കോൺഗ്രസ് ഭരണകാലത്തെ ചോദ്യപേപ്പർ ചോർച്ചയുമായി താരതമ്യം ചെയ്ത ജോഷി പഴയ പാർട്ടി മെഡിക്കൽ സീറ്റുകൾ വിറ്റു. എന്നാൽ പ്രധാനമന്ത്രി മോദി സർക്കാർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ അനുവദിക്കുന്നതിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. ബി.ജെ.പിയുടെ ഏറ്റവും പരിചയസമ്പന്നരായ പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് ആർട്സിൽ ബിരുദം നേടിയ 64-കാരനായ പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി. 2019 മുതൽ പ്രധാനമന്ത്രി മോദിയുടെ മന്ത്രിസഭയിൽ അംഗമാണ്. കർണാടകയിൽ നിന്നുള്ള 5 തവണ MP ആയ അദ്ദേഹം ബി.ജെ.പിയുടെ കർണാടക യൂണിറ്റിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. കേന്ദ്രത്തിൽ വരുന്നതിന് മുൻപ് സംസ്ഥാനത്ത് പാർട്ടിയുടെ സ്വാധീനം വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 5 തവണ MP ആയ പ്രഹ്ലാദ് ജോഷി നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്ത് വിജയിപ്പിക്കുന്നതിൽ പേരുകേട്ട നേതാവാണ്. മികച്ച പ്രവർത്തന മികവിന് പേരുകേട്ട ജോഷി പാർലമെന്ററി മന്ത്രിതല ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, ഊർജ്ജ മന്ത്രാലയങ്ങളുടെ ചുമതല എന്നീ നിർണായക ചുമതലകൾ കൈകാര്യം ചെയ്തു. 2019 മന്ത്രി പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും 2024 വരെ പാർലമെന്ററി കാര്യങ്ങൾ, കൽക്കരി ഖനികൾ എന്നിവയുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. പാർലമെന്ററി കാര്യമന്ത്രി എന്ന നിലയിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, വനിതാ സംവരണ ബിൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ.